So hello my students. Okay, today we are going to learn about our second chapter in biology, windows of knowledge. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളജ് ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ഫസ്റ്റ് നമ്മുടെ ഒരു ന്യൂസ് കാണാം. ദാറ്റ്സ് എർത്ത് ക്വിക്ക് വിക്ടിംസ് റെസ്ക്യൂഡ്. അതെന്താണ്? അവരെ എർത്ത് ക്വിക്സിൽ പെട്ടവരെ എന്താണ് റെസ്ക്യൂ ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരാണ് അവരെ ആ ഒരു എർത്ത് ക്വിക്സിനെ എസ്കേപ്പ് ചെയ്തിട്ടുള്ളത്? നമുക്ക് അവരെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോഗ്സ് ആണ് അവരെ എന്താണ് മണത്ത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു റെസ്ക്യൂന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എർത്ത് ക്വിക്കിന് അവരെ എസ്കേപ്പ് ചെയ്തിട്ടുള്ളത്. സോ എന്തായിരിക്കും എന്തൊരു കേസ് വരുമ്പോൾ, ഒരു മർഡർ കേസൊക്കെ വരുമ്പോൾ എന്തിനാണ് ഡോഗ്സിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോ ദാറ്റ്സ് എ റീസൺ ഈസ് ദാറ്റ് the number of receptors in the sense organs is different in different organism. അതായത് ഓരോ ഓർഗാനിസത്തിലും എന്താണ് നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ ദി സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കേസിലാണെങ്കിൽ ഒൾഫാക്ടറി സെൽസ് എന്താണ് പ്രസൻ്റ് ആണ്, ബട്ട് കമ്പയർഡ് ടു എ ഡോഗ് ഒൾഫാക്ടറി സെൽസിൻ്റെ എമൗണ്ട് എന്താണ് കുറവാണ്. ലൈക്ക് ദാറ്റ് the surface of a postage stamp is enough to arrange all the olfactory cells in the nose of a human being, but a large scarf is required to arrange the olfactory cells of a dog. അതായത് നമ്മളെ അപേക്ഷിച്ചിട്ട് കമ്പയർഡ് ടു ഹ്യൂമൻസ് olfactory സെൽസ് മോർ എമൗണ്ടിൽ, അതായത് ഒരു സ്കാർഫ് പോലെയുള്ളൊരു പ്രതലം തന്നെ അവർ സർഫസ് തന്നെ വേണം എന്തിന്? യെസ്, അവരുടെ olfactory സെൽസിന്. സോ മോർ നമ്പർ ഓഫ് olfactory സെൽസ് കാണപ്പെടുന്നത് ഡോഗ്സിലാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് സഡൻലി ദേ ക്യാച്ച് സ്മെൽ, ഇവിടെയാണെങ്കിലും പെട്ടെന്ന് സ്മെല്ല് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെൻസ് ഓർഗൻസ് ആൻഡ് റിസപ്റ്റേഴ്സ്. നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിമുലൈ ഏതിനോടൊക്കെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് സെൻസസ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസസ്? യെസ്, ഓർ സെൻസ് ഓർഗൻസ്: ഇയർ, ഐ, നോസ്, ടങ് ആൻഡ് സ്കിൻ. സോ അതിനൊരു റിസപ്റ്ററുണ്ട്, സ്റ്റിമുലസ് ഉണ്ട്. ഈച്ച് ഹാവ് എ റിസപ്റ്റർ ആൻഡ് എ സ്റ്റിമുലസ്. അതിൻ്റെ റിസപ്റ്റർ ആരാണ്? ഓഫ് കോഴ്സ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഏത് സ്റ്റിമുലയാണ് നമുക്ക് നമ്മൾ എന്ത് ഇതാകുമ്പോഴാണ് നമ്മൾ കാണാൻ പറ്റുന്നത്? യെസ്, ലൈറ്റ് ഈസ് ദ സ്റ്റിമുലസ് ആൻഡ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ദി റിസപ്റ്റേഴ്സ് ഇൻ ദി സെൻസ് ഓർഗൻ ഓഫ് ദ ഐ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇയർ. ഇയറിൻ്റെ റിസപ്റ്റർ ആരാണ്? യെസ്, ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. സ്റ്റിമുലസ് ഏതാണ് അവിടെ സ്റ്റിമുലസ്? സൗണ്ട്. ദെൻ ടേസ്റ്റ് ആണ് സ്റ്റിമുലസ്. ദെൻ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ആണ്. സോ ദ സെൻസ് ഓർഗൻ ഓഫ് കോഴ്സ് ദാറ്റ്സ് ടങ്. ദെൻ സ്കിൻ. വാരിയസ് റിസപ്റ്റേഴ്സ് ഉണ്ട് സ്റ്റിമുലസ്. നമുക്ക് ഏതൊക്കെ സ്റ്റിമുലസിനോട് നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ കഴിയും? യെസ്, ടച്ച്, പെയിൻ, pressure, cold, etc. So the skin have various receptors. The next one is nose. നോസിൻ്റെ റിസപ്റ്റർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. early we discussed, yes, olfactory receptors and the stimulus is smell. So those are the 5 sense organs and their receptors and their stimulus. So here in this chapter we learn about the 5 different types of sense organs and about their structures, the major functions. Okay, first of all we learn about the protection of eye. Okay, first eye is the major sense organ that helps the brain to evoke sensation. നമ്മുടെ ഫസ്റ്റ് സെൻസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഓർഗനായിട്ടാണ് ഐ എന്ന് പറയുന്നത്. ഈ ഐ, ഹൗ ദ ഐസ് ആർ പ്രൊട്ടക്റ്റഡ്? ഓക്കെ, ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, ദ പേജ് നമ്പർ 22. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഐനെ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഐനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. ഐ സോക്കറ്റ്സ്, എക്സ്റ്റേണൽ ഐ മസിൽസ്, ഐബ്രോസ്, ഐലാഷ്, eyelids,
conjunctiva, and finally tears. First of all, eye sockets. Depression in the skull. സ്കള്ളിൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു പാർട്ടാണ് ആര്? ഐ സോക്കറ്റ്. ദെൻ എക്സ്റ്റേണൽ ഐ മസിൽസ് ഫിക്സ് ദി ഐബോൾ ഇൻ ദി ഓർബിറ്റ്. നമ്മുടെ ആ ഓർബിറ്റിൻ്റെ ആ ഒരു ഉള്ളിൽ ഐബോളിനെ ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എക്സ്റ്റേണൽ ഐ മസിൽസ്. ദെൻ ഐബ്രോസ്, ഐലാഷസ്, ഐലിഡ്. What are their function? Yes, it prevent the eyes from the dust and sweat, external shocks, etc. നമ്മുടെ ഐസിലേക്ക് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ, സ്വെറ്റിനെ, എക്സ്റ്റേണൽ ഷോക്സിനൊക്കെ ഐലിഡ്സ്, ഐബ്രോസ്, ഐലാഷസ് ആണ് എന്ത് ചെയ്യുന്നത്? ജെറ്റ്സ് അതൊന്നും നമ്മുടെ ഐലോട്ട് വരാതെ അവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് കൺജക്റ്റൈവ. കൺജക്റ്റൈവ secrete mucus which protect the anterior portion of the eyeball from being dry. അതായത് കൺജക്റ്റൈവ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, they secrete mucus which protect the anterior portion of the eye. നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്തെ anterior portionനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ത്രൂ എങ്ങനെ? which secrete mucus and it ബീങ് ഡ്രൈ നമ്മുടെ കണ്ണ് ഡ്രൈ ആവുന്നതിൽ നിന്നും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ടു സെക്രീറ്റ് മ്യൂക്കസ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ. ദ നെക്സ്റ്റ് വൺ ഈസ് ടിയേഴ്സ്. Clean and lubricate the anterior part of the eyeball. Lysozyme, the enzyme present in tears, destroys germs that enter the eyes. Tears means clean and lubricate the anterior part of the eyeball. അതായത് ടിയേഴ്സ് നമ്മുടെ കണ്ണുനീര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ണിൻ്റെ ആൻറ്റീരിയർ പാർട്ട്, ആ ഒരു ഫ്രണ്ട് പോർഷനെ ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടിയേഴ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ലൈസോസൈം. ദേ ഡിസ്ട്രോയ് ജേംസ് ദാറ്റ് എൻറ്റർ ദി ഐസ്. നമ്മുടെ ഐസിലോട്ട് കടക്കുന്ന ജേംസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് നല്ലതിനാണെന്ന്. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദീസ്? യെസ്, ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മുടെ കണ്ണിലോട്ട് വരുന്ന ജേംസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടിയേഴ്സ് എന്താണ്? ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദി ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐബോൾ. നമ്മുടെ ഫസ്റ്റ് കാണപ്പെടുന്ന ആ പോർഷനെ ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ആക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടിയേഴ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഐ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു learn about the structure of an eye. Okay, first of all, you must observe the picture of an eye carefully. Okay, all are you observed? So, when coming to the topic, there are mainly 3 types of layers. Okay, which of them? Yes, sclera, choroid, and retina. Sclera is the white outer layer which gives firmness to the eye, made up of connective tissue. The most outer layer which gives firmness to the eye. Eye firmness കൊടുക്കുന്നത് ആരാണ്? സ്ക്ലീറ. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഔട്ടർ ലെയർ പാർട്ട് ആൻഡ് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ഓക്കെ, ദെൻ സ്ക്ലീറയിൽ കാണപ്പെടുന്ന സ്ക്ലീറ ഹാവ് മെയിൻലി 2 components. That one is cornea and the another one is conjunctiva. Cornea, the projected transparent anterior part of the sclera which refracts light rays to focus on the retina. Cornea. Are you observed in that picture the part of cornea? Okay, the projected transparent anterior part of the sclera. സ്ക്ലീറയുടെ anterior ആ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന anterior പാർട്ടാണ് ആര്? കോർണിയ. വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റൈസ് ടു ഫോക്കസ് ഓൺ ദി റെറ്റിന. ലൈറ്റ് റൈസിനെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? യെസ്, ഇറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോർണിയ. Then the next one is conjunctiva. The layers which covers and protect the front part of the sclera except cornea.
അതായത് കോർണിയ ഒഴികെയുള്ള എക്സെപ്റ്റ് കോർണിയ ബാക്കിയുള്ള അതിൻ്റെ പാർട്സിനെ ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദി ഫ്രണ്ട് പാർട്ട്. സ്ക്ലിയർ ഒഴികെയുള്ള നമ്മുടെ അതിൻ്റെ ഫ്രണ്ട് പാർട്ടിനെ എന്താണ് കവർ ആൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? എർട്സ്. ദ ഡ്യൂട്ടി ഈസ് കൺജക്റ്റൈവ. ദാറ്റ്സ് എബൌട്ട് ദ വൈറ്റ് ഔട്ടർ ലെയർ ആയിട്ടുള്ള സ്ക്ലീറയിൽ വരുന്നതായിരുന്നു കോർണിയ ആൻഡ് കൺജക്റ്റൈവ. Then the next one is choroid. Choroid is the middle layer which containing a large number of blood vessels. നമ്മുടെ അതിൻ്റെ മിഡിൽ ലെയർ അല്ലെങ്കിൽ മിഡിൽ പോർഷന് വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോയിഡ്. ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ് ഇവിടെയാണ്, കൊറോയിഡിലാണ് ബ്ലഡ് വെസൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ദ മെയിൻ പാർട്സ് ഇൻക്ലൂഡഡ് ഇൻ കൊറോയിഡ് ആർ ഐറിസ്, pupil, lens and ciliary muscles. First one, iris. The part of the choroid seen behind the cornea. കോർണിയയുടെ തൊട്ട് പിന്നിലായിട്ട് കൊറോയിഡിൻ്റെ ഫസ്റ്റ് പോർഷനാണ് അല്ലെങ്കിൽ ഭാഗമാണ് എന്ത്? ഐറിസ്. പ്രസൻസ് ഓഫ് ദ പിഗ്മെൻറ്റ് മെലാനിൻ ഗീവ്സ് ദ ഐറിസ് എ ഡാർക്ക് കളർ. നമ്മുടെ ഐറിസിൽ ഒരു പിഗ്മെൻറ്റ് പ്രസൻ്റ് ആണ് വിച്ച് ഈസ് നോൺ ആസ് മെലാനിൻ. ഇറ്റ് ഗീവ്സ് ദ ഡാർക്ക് കളർ ഓഫ് ദി ഐറിസ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഐസ് ഒരുപോലെയാണല്ലോ, ഡിഫറെൻറ്റ്. നമ്മുടെ ഐറിസ് നോക്കിയാൽ അറിയാം, ചിലവരത് ഭയങ്കര ഡാർക്ക് കളറായിരിക്കും, ചിലവരത് നല്ല കുറവായിരിക്കും. സോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഓർ ചേഞ്ചസ് ഇൻ ദി എന്തിലാണ്? മെലാനിൻ്റെ ചേഞ്ച്. അതായത് മെലാനിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഡാർക്ക് കളറും മെലാനിൻ്റെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് എന്താണ്? യെസ്, നമ്മുടെ കണ്ണിലുള്ള ആ ഡാർക്ക്നെസ്സിൻ്റെ എമൗണ്ടും ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പ്യൂപ്പിൾ. ദ അപ്പർച്ചർ സീൻ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഐറിസ്. നമ്മുടെ ഐറിസിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ആ ഒരു പോർഷൻ, ഒരു ചെറിയൊരു അപ്പർച്ചർ ഉണ്ടല്ലോ, ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. ദ സൈസ് ഓഫ് ദീസ് അപ്പർച്ചേഴ്സ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് വരുന്നതിനനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ദ സൈസ് ഓഫ് ദി അപ്പർച്ചേഴ്സ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ലെൻസ്. Elastic transparent convex lens connected to ciliary muscles by a thread like ligaments. നമ്മുടെ ലെൻസിലൊക്കെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസുകളാണ്. ഇത് സീലിയറി മസിൽസുമായിട്ട് ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ് വഴി സീലിയറി മസിൽസുമായിട്ട് കണക്റ്റാണ്. കണക്റ്റഡ് ടു സീലിയറി മസിൽസ് ബൈ എ thread like ligaments. Then the last one is ciliary muscles. The circular muscles seen around the lens. Circular muscles നമ്മുടെ ലെൻസിന് ചുറ്റും കാണപ്പെടുന്ന circular muscles ആണ്. The contraction and relaxation of these muscles alter the curvature of lenses. അതായത് ഈ മസിൽസ് എങ്ങനെയാണ്? നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചറിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഡിം ലൈറ്റിലും ഇൻറ്റൻസ് ലൈറ്റിലൊക്കെ നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി കർവേച്ചർ ഓഫ് ലെൻസ്, കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദിസ് മസിൽസ് ക്യാൻ ഓൾട്ടർ. അപ്പോൾ ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനിലും എന്ത് വരുന്നുണ്ട്? ഓൾട്ടർനെസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ മിഡിൽ ലെയേഴ്സ് ആൻഡ് ദ മെയിൻ കോമ്പണൻസ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ retina, which is the inner part of the eye which has photoreceptors. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ധാരണ ഏത് റിസെപ്റ്ററാണ്? യെസ്, ഫോട്ടോറിസെപ്റ്റേഴ്സ്. സോ റെറ്റിനയിലാണ് ഫോട്ടോറിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നത്, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇന്നർ ലെയർ. ഓക്കെ, ഇന്നർ ലെയർ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന പാർട്ടാണ്. ദെൻ റെറ്റിനയിൽ മെയിൻലി ദർ ആർ 3 മെയിൻ കോമ്പണൻസ്. വൺ ഈസ് യെല്ലോ സ്പോട്ട്, ദ അനദർ വൺ ഈസ് ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് optic nerve. First of all, yellow spot, the part of the retina where plenty of photoreceptors are present. It is the point of maximum visual clarity. That means
നമ്മുടെ റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. എവിടെയാണ് ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നത്? യെസ്, അതായത് നമ്മുടെ യെല്ലോ സ്പോട്ടാണ് എന്ത്, നമ്മുടെ മാക്സിമം വിഷ്വൽ ക്ലാരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ. ദ മാക്സിമം വിഷ്വൽ ക്ലാരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ ആരാണ്? യെസ്, യെല്ലോ സ്പോട്ടാണ്. അവിടെയാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ബ്ലൈൻഡ് സ്പോട്ട്, ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വേർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. ഒപ്റ്റിക് നെർവ് ബിഗിൻസ് ചെയ്യുന്ന ആ ഒരു പാർട്ട് വിച്ച് ഈസ് നോൺ ആസ് ബ്ലൈൻഡ് സ്പോട്ട്. ഹിയർ ദർ ഈസ് നോ വിഷൻ as photoreceptors are absent. Because of the absence of photoreceptors, there is no presence of vision. അതായത് അവിടെ എന്തില്ല, photoreceptors ഇല്ല, so there is no vision. Okay, no vision possible. Then the last one is optic nerve. Optic nerve, which means transmit impulses from photoreceptors to the visual center in the brain. ഈ ഒപ്റ്റിക് nerves means yes, മെസ്സേജ് പാസ് ചെയ്യണം. ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ കിട്ടിയിട്ടുള്ള ഇമ്പൾസസിനെ എവിടെ എത്തിക്കുകയാണ്? യെസ്, ബ്രെയിനിൽ എത്തിക്കുന്നത് ആരാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒപ്റ്റിക് nerves. Okay, so that's about the സ്ട്രക്ചർ ഓഫ് ഐ. ഇനി ആ ഒരു പിക്ചറിൽ കാണാത്ത വേറെ രണ്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് പൊസിഷനും കൂടിയുണ്ട്. ദ ഫ്ലൂയിഡ് ഇൻ ദി ഐസ് ആർ aqueous humor and the another one is yes, vitreous humor. What's the function of aqueous humor? Yes, the water like fluid filled in the aqueous chamber between the lens and cornea. ലെൻസിനും കോർണിയക്കും ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് അക്യൂസ് ചേംബർ എന്ന് വിളിക്കുന്നത്. അവിടെ എന്താണ്? യെസ്, ദേ ഫില്ലഡ് എ വാട്ടർ ലൈക്ക് fluid. Okay, it formed from blood and it's reabsorbed into blood. ഈ aqueous humor ഫോം ചെയ്യുന്നതും ബ്ലഡിൽ നിന്നാണ്. It turn back reabsorbed into the blood. It provide oxygen and nourishment to the tissues of the eye. ഐൻ്റെ ടിഷ്യൂസിന് ഓക്സിജനും ആൻഡ് nourishments ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? Yes, of course, it is aqueous humor. And the next one is vitreous humor. The jelly-like substance seen in the vitreous chamber between the retina and the lens. It helps in maintaining the shape of the eye. അതായത് റെറ്റിനയുടെയും ലെൻസിനും ഇടയിലുള്ള സ്പേസ്, ദാറ്റ്സ് കോൾഡ് വിട്രിയസ് ഹ്യൂമർ. ഇവിടെ എന്താണ്? യെസ്, ഫില്ലഡ് വിത്ത് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഫില്ലഡ് ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് ഓഫ് റെറ്റിന ആൻഡ് ലെൻസ്. ഇറ്റ് ഹെൽപ്സ് ദ മെയിൻറ്റെയിനിങ് ദി ഷേപ്പ് ഓഫ് ദി ഐ. എന്താണ് വിട്രിയസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ? യെസ്, മെയിൻറ്റെയിനിങ് ദി ഷേപ്പ് ഓഫ് ഐൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? യെസ്, it's vitreous humor. So that's all. If you have any doubts, please call me. Thank you.